അനിൽ വിളയിൽ നമുക്കൊപ്പം ചേരുന്നു. VHP ശ്രീ അനിൽ വിളയിൽ, ഈ വിഷയത്തിൽ BJP അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി ഇത് മാറുകയാണ്. കാരണം സുരേഷ് ഗോപി അദ്ദേഹം ഇന്നലെ പാലായിലെ പ്രസംഗത്തിലാണ് ഈ വിഷയം പരാമർശിക്കുന്നത്. അതിനപ്പുറം നിങ്ങളൊക്കെ നീണ്ട നാളുകളായി ഉന്നയിക്കുന്ന ഒരു വാദമാണല്ലോ ഈ ശബരിമലയിൽ ഒരു സ്വതന്ത്ര ഭരണ സംവിധാനം വരണം. നമുക്കറിയാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അവിടുത്തെ ഭരണ സംവിധാനം, അത് സർക്കാരിൻ്റെ ഒരു സമാന്തര സംവിധാനം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്വതന്ത്ര ബോഡിക്കപ്പുറം എങ്ങനെയാണ് അവിടെ ഒരു വിശ്വാസികളുടെ ഒരു ഭരണ സംവിധാനത്തിന് പ്രായോഗികത ഉണ്ടാകുന്നത്? അത് കൂടുതൽ പ്രശ്നങ്ങൾ വഷളാക്കുകയല്ലേ ഉള്ളൂ. ഈ ശബരിമലയെ ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതിന്റെ കാരണക്കാർ കേരളത്തിലെ ഇടതു മുന്നണിയും വലതു മുന്നണിയും തന്നെയാണ്. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി അത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് സംഭവിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ തന്നെ ആഗ്രഹം. കാരണം ശബരിമല എന്ന് പറയുന്നത് ലോകത്തുള്ള ബാക്കി ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അവിടുത്തെ ഭൂപ്രകൃതി ആയിക്കൊള്ളട്ടെ, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളായിക്കൊള്ളട്ടെ, അവിടുത്തെ സുരക്ഷാ മാനദണ്ഡമായിക്കൊള്ളട്ടെ, ഒക്കെ വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. കേന്ദ്ര ഗവൺമെന്റ് ദേവസ്വം ഉണ്ടാക്കുമെന്നൊന്നും അല്ല സുരേഷ് ഗോപി പറഞ്ഞതിന്റെ അർത്ഥം. ശബരിമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഭരണവും സുരക്ഷയും കേന്ദ്രം ഉറപ്പാക്കി ഒരു ദേശീയ തലത്തിൽ അതിനെ വികസിപ്പിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒന്ന് ഇടപെട്ടുകൊണ്ട് ക്ലാരിറ്റിക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞതിൽ താങ്കൾ മനസ്സിലാക്കിയ ഒരു ചെറിയ പിഴവുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ അടക്കമുള്ള എല്ലാ ക്ഷേത്രങ്ങളെയും നിയന്ത്രിക്കാൻ ഒരു പുതിയ സംവിധാനം വരികയെന്നാണ്. അതിൻ്റെ ഭാഗമായി ശബരിമലയും ഉൾപ്പെടുമെന്നത്. അതായത് നിലവിലുള്ള ഈ ദേവസ്വം ബോർഡുകൾക്ക് സമാന്തരമായ ഒരു കേന്ദ്ര സംവിധാനം ഇതിന് മുകളിലേക്ക് വരുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞതിന് ചുരുക്കം. തീർച്ചയായിട്ടും അപ്രകാരം വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന. ഈ രാജ്യത്തെ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളുടെ മാനേജ്മെന്റ് ഗവൺമെന്റ് ചെയ്യുന്നത് തെറ്റാണ്. ഹിന്ദുവിന്റെ ആചാരാനുഷ്ഠാനങ്ങളെ മാത്രം ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ ആക്കുക എന്ന് പറയുന്നത് തെറ്റല്ല. പക്ഷെ ആക്കുമ്പോൾ നാസ്തികരായിട്ടുള്ള ആൾക്കാർ, ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരൊക്കെ തന്നെ അതിന്റെ ഭരണ നേതൃത്വത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന രീതിയിൽ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന ധാരാളം പരിമിതികൾ കേരളം പോലുള്ള സാഹചര്യങ്ങൾ പ്രകടമായി വരികയാണ്. അതിന് കൃത്യമായ രീതിയിലുള്ള ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് ഏകീകൃതമായി ഭാരതത്തിലുള്ള ക്ഷേത്രങ്ങളുടെയും ആചാര പദ്ധതികളുടെയും സംരക്ഷണാർത്ഥം ഒരു കേന്ദ്ര നിയമം ഉണ്ടാകുകയാണെങ്കിൽ അതിനെ 100% വിശ്വ ഹിന്ദു പരിഷത്ത് സ്വാഗതം ചെയ്യും. ഒരു മോഡൽ മുന്നോട്ട് കഴിയുമോ? എന്താണ് പകരം വേണ്ടി വരുന്ന സംവിധാനം? ശബരിമല തന്നെ ഉദാഹരണം എടുക്കാം. പകരം വിശ്വാസികളാണ്. വിശ്വാസികളുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനമാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കേണ്ടത്. വിശ്വാസികളാണ് ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അല്ലാതെ കാലുമാറി വരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം ബോർഡ് മെമ്പർമാരും അവര് കാലുമാറിയപ്പോൾ കിട്ടിയ വാഗ്ദാനം പാലിക്കാൻ വേണ്ടിയാണ് ഇന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത്. ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് PS പ്രശാന്ത് ആയിക്കൊള്ളട്ടെ, മലബാർ ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന വാസു മാസ്റ്റർ ആയിക്കൊള്ളട്ടെ, MR മുരളി ആയിക്കൊള്ളട്ടെ, എല്ലാവരും തന്നെ രാഷ്ട്രീയമായി കാലുമാറി വന്നവരാണ്. കാലുമാറി വന്നവർക്ക് വ്യക്തിത്വമില്ല, ധാർമ്മികതയില്ല. അപ്രകാരം ധാർമ്മികതയുള്ള വ്യക്തി ഈ രാഷ്ട്രീയവാദം ഇതൊരു വാദത്തിനപ്പുറം ഞാൻ ചോദിക്കട്ടെ, ഇവര് നാസ്തികർ തന്നെ എന്ന് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ നാസ്തികർ തന്നെ എന്ന് കരുതട്ടെ. അങ്ങനെയുള്ളവർ തന്നെ ഭരിച്ചിട്ട് എന്ത് പ്രശ്നമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? അവിടുത്തെ ഇപ്പോൾ ശബരിമലയിൽ ദേവസ്വം പ്രശ്നങ്ങളല്ലേ? ശബരിമലയിൽ ഇവരുണ്ടാക്കുന്ന മോഷണം, കഴിഞ്ഞ 4.5 കിലോ 5 കിലോ സ്വർണം അടിച്ചുമാറ്റി ഇതുവരെ അതിനെപ്പറ്റി പറയാൻ സർക്കാരോ ദേവസ്വമോ കൃത്യമായൊരു മറുപടി പറഞ്ഞില്ലല്ലോ. കോടാനുകോടി രൂപയാണ് ദേവസ്വത്തിന്റെ മറവിൽ കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശരി, ആ വിഷയത്തിലേക്ക് തന്നെ വന്നാൽ നമുക്കറിയാം ശബരിമല പൂർണ്ണമായും കോടതി നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമാണ്. അവിടെ ഇപ്പം ഈ സ്വർണം അടിച്ചു മാറ്റിയോ ഇല്ലയോ അതൊരു തർക്ക വിഷയമാണ്. അത് അവിടെ നിൽക്കട്ടെ, കോടതിക്ക് മുന്നിലുള്ള വിഷയമാണ്, അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു വിശ്വാസികൾ തന്നെ ഭരിക്കുന്ന സംവിധാനം വന്നാലും ഈ സ്വർണം അടിച്ചു മാറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല. അവിടെ അതേ പ്രശ്നങ്ങൾ തന്നെ നിൽക്കുന്നുണ്ട്. അതിന് നിലവിലൊരു സംവിധാനമുണ്ട്, അത് അക്കൗണ്ടബിൾ ആണ്, അതൊരു സർക്കാർ സംവിധാനമാണ്. നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്ന പോലെ നാസ്തികർ ഭരിച്ചാൽ പോലും ആ സംവിധാനമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബദൽ സംവിധാനം പുതിയതായി വന്നാൽ എന്ത് പ്രസക്തി എന്നാണ് ചോദ്യം. നമ്മൾ ശ്രദ്ധിക്കുക, കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ദേവസ്വവുമായി ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളിലും ഇന്ന് മേൽനോട്ടം വഹിക്കുന്നത്. അതിന് കാരണമുണ്ടാക്കിയത് ആരാണ്? കേരളത്തിൽ എത്രയോ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഹൈക്കോടതിയിൽ ബെഞ്ചില്ലല്ലോ. എന്തേ കേരളത്തിൽ മാത്രമായൊരു ദേവസ്വം ബെഞ്ച് വന്നിരിക്കുന്നത്? കാരണം അഴിമതിയാണ്, ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള സാധാരണ വ്യക്തികളുടെ ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഹൈക്കോടതിയിൽ ദേവസ്വം ബെഞ്ച് ഉണ്ടായിരിക്കുന്നത്. ഒരു ഭരണഘടനയിൽ ഒന്നും ദേവസ്വം ബെഞ്ച് എന്ന് പറഞ്ഞ വാക്കില്ല.
അതുതന്നെയാണ് പ്രശ്നം. അത് വ്യക്തിത്വമില്ലാത്ത വ്യക്തികൾ ഭരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. നല്ല എത്രയോ ഉദ്യോഗസ്ഥന്മാരുണ്ട് രാജ്യത്ത്. അവരുടെയൊക്കെ നിയന്ത്രണത്തിൽ ഭക്തന്മാരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തീർത്തും ആചാരങ്ങൾ സംരക്ഷിക്കുന്ന പ്രൊഫഷണൽ ഭക്തന്മാരെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുക ഒരു പുതിയ സംവിധാനം വന്നാൽ? ഞാൻ ചോദിച്ചോളട്ടെ, ഈ കേരളത്തിലെ ഇസ്ലാമിക ക്രൈസ്തവ വിഭാഗങ്ങളുടെ സംവിധാനങ്ങളെ നയിക്കുകയും അതിന്റെ നിയന്ത്രണവും ആരാണ്? അവരുടെ തീർത്തുമുള്ള മത പുരോഹിതന്മാരായ വ്യക്തികളാണ്. പക്ഷെ ഹിന്ദു സന്യാസിമാർക്ക് യാതൊരു റോളുമില്ല. ഈ പമ്പയിൽ ദേവസ്വം വിളിച്ചുകൂട്ടിയ സംഗമമുണ്ടല്ലോ, എത്ര സന്യാസിമാർക്ക് ഈ ഭരണത്തിൽ ഇടപെടാൻ അധികാരം കൊടുക്കണം, അങ്ങനെയാണോ പറയുന്നത്? സന്യാസിമാര് തീർച്ചയായിട്ടും ആ സംവിധാനങ്ങളുടെ ഭാഗമാകണം. അവർ ആത്മീയ ആചാര്യന്മാരാണ്. അവരുടെ നിയന്ത്രണത്തിൽ, അവരുടെ ഉപദേശമനുസരിച്ച്, അവരുടെ നമ്മുടെ തർക്കവിഷയമല്ലോ ശബരിമലയുടെ ഭരണ സംവിധാനം. നമുക്കറിയാം, ശബരിമല എന്ന് പറയുന്ന ഒരു വലിയ ഗവേണിംഗ് ബോർഡിന് വേണ്ടി വരുന്ന ഒരു വലിയ സംവിധാനമാണ്. അതിന്റെ ഭരണം നിത്യനിദാന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിരവധി സങ്കീർണമായ ഘടകങ്ങളുണ്ട്. അതിന് കൃത്യമായ വകുപ്പുകളുണ്ട്, രീതികളുണ്ട്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്, ശൈലികളൊക്കെ ഉണ്ട്. അവിടെ മഹർഷിമാർക്ക് എന്ത് പങ്ക് എന്നതാണ്. അവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കാം. പക്ഷേ അവിടുത്തെ ഭരണം, അതാണല്ലോ നമ്മുടെ വിഷയം. ഭരണ സംവിധാനത്തിൽ നമ്മളിപ്പോൾ നോക്കൂ, ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണ സംവിധാനം എപ്രകാരമാണ് നിയന്ത്രിക്കപ്പെടുന്നത്? സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയുണ്ട്, കേന്ദ്ര അവിടേക്ക് തന്നെ വരാം. ശ്രീ അനിൽ വിളയിൽ, താങ്കൾ സൂചിപ്പിച്ച മാതൃകയായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നോക്കൂ, എത്ര വലിയ തട്ടിപ്പുകൾ അതിനുശേഷം നടന്നു, കണ്ടുപിടിക്കപ്പെട്ടു, കോടതി ഇടപെട്ടു, അന്വേഷണം നടക്കുന്നു. അപ്പോൾ ഈ തട്ടിപ്പുകളെല്ലാം അവിടെ നടക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് അതാത് കാലത്ത് നിയമിക്കപ്പെട്ടിട്ടുള്ള ഓരോരുത്തരുടെ രാഷ്ട്രീയ താല്പര്യമനുസരിച്ച് ട്രേഡ് യൂണിയൻ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ദേവസ്വം ജീവനക്കാരാണ് ഈ തട്ടിപ്പിനും വെട്ടിപ്പിനും ഒക്കെ കൂട്ടുപിടിക്കുന്നത്. ആ ദേവസ്വം സംവിധാനത്തെ രാഷ്ട്രീയ വിമുക്തമാക്കണം. ദേവസ്വം അവിടെ ഈ തിരുവിതാംകൂർ പാലസിന്റെ കീഴിലായിരുന്നല്ലോ ഈ ജീവനക്കാരുടെ എല്ലാം നിയന്ത്രണം നടത്തിയിരുന്നത്. അപ്പൊ അവരാണോ ഈ തട്ടിപ്പ് നടത്തിയത്? അല്ല, അവര് തട്ടിപ്പ് നടത്തിയതല്ല ഞാൻ പറഞ്ഞത്. അവിടുത്തെ ജീവനക്കാരായ വ്യക്തികൾ ഏതെങ്കിലും തരത്തിൽ, നമുക്കറിയാം അവിടെ ഇറച്ചി ഉപയോഗിച്ചു, ബീഫ് ഉപയോഗിച്ചു തുടങ്ങിയ ധാരാളം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കൊട്ടാരവുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. തീർത്തും പ്രൊഫഷണൽ. ഈ അടുത്ത് തന്നെ അവിടുന്ന് സ്വർണം മോഷ്ടിക്കാൻ ശ്രമിച്ചു. അവിടെ BJPയുടെ നോമിനി അടങ്ങുന്ന ഒരു ഭരണ സംവിധാനമാണ് അവിടെ ഉള്ളത്. അങ്ങനെയുള്ള ഇടത്ത് തന്നെ ഇത്തരം ക്രമക്കേട് നടന്നു. പിന്നെ എങ്ങനെ നിങ്ങൾ പുതിയൊരു സംവിധാനം വന്നാൽ ഇത് മുഴുവൻ പരിഹരിക്കും എന്ന് പറയുന്നത് വെച്ചാൽ BJPയുടെ ഒരു വക്താവ് ആ സംവിധാനത്തിൽ ഉണ്ട് എന്നുള്ള കാരണത്താൽ അടപടലെ മാറ്റങ്ങളൊന്നും ഉണ്ടാകുമെന്ന് കേരള സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കില്ല. 100% വ്യക്തമായ മാനദണ്ഡങ്ങൾ എഴുതി ഉണ്ടാക്കിക്കൊണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ജീവനക്കാർക്കുൾപ്പെടെ എല്ലാം സുതാര്യമായ അക്കൗണ്ടബിൾ ആയിട്ടുള്ള. ഇന്ന് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും കൊച്ചി ദേവസ്വം ബോർഡിന്റെയും എത്ര സ്വർണമുണ്ട്, അവരുടെ ആസ്തി ബാധ്യതകൾ എത്രയായി എന്നുള്ളൊരു ധവളപത്രം പോലും പുറത്തിറക്കിയിട്ടില്ല. കള്ളക്കണക്കുകളാണ്, കണക്കുകളേ ഇല്ല പല സമയങ്ങളിൽ. താങ്കൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഒരു പക്ഷേ കേരളത്തിൽ 1200 ചില്വാനം, കൃത്യം കണക്ക് എന്റെ ഓർമ്മയില്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ദേവസ്വം ബോർഡിന്റെ കീഴിൽ സംവിധാനമുണ്ട്. ഇത് എത്രയോ ശിഥിലമായി കിടന്നിരുന്ന, എത്രയോ ദുർബലമായി കിടന്നിരുന്ന, മോഷ്ടിക്കപ്പെട്ടു പോയിരുന്ന, കൊള്ളയടിക്കപ്പെട്ടിരുന്ന ദേവസ്വങ്ങളെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ഒരു ശബരിമല മാത്രമേ നമ്മൾ ചർച്ചയിൽ വരുന്നു. പക്ഷേ എത്രയോ വരുന്ന ആയിരക്കണക്കിന് നൂറുകണക്കിന് ക്ഷേത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശൃംഖലയാണ് യഥാർത്ഥത്തിൽ ഈ ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡിൽ മാധ്യമങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ശബരിമലയാണെങ്കിൽ പോലും നമുക്കറിയാം എത്രയോ നിത്യനിദാന കാര്യങ്ങൾക്ക് പോലും അവിടെ വരവില്ലാത്ത ക്ഷേത്രങ്ങളെ ഈ ദേവസ്വം ബോർഡ് കൊണ്ടു നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ സംവിധാനമാണിത്. അത് പൂർണ്ണമായും അത് എത്ര കണ്ട് മുൻകാലങ്ങളിൽ കൊള്ളയടിക്കപ്പെട്ടിരുന്നു. അതായത് നിങ്ങൾ ഈ പറയുന്ന വിശ്വാസികളടക്കമുള്ള ഒരു ഭരണസമിതി നിന്നിരുന്ന കാലത്ത് കൊള്ളയടിക്കപ്പെട്ടിരുന്നു. അവിടെയാണ് ഒരു ദേവസ്വം ബോർഡ് വരികയും അതിനൊരു ബോഡി ഉണ്ടാവുകയും അതിന് അക്കൗണ്ടബിൾ ആവുകയും ചെയ്തത്. അപ്പോൾ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിലപാടെടുക്കുകയും അഭിപ്രായം പറയുന്നത് ശരിയോ എന്നാണ് ചോദ്യം. അതാ, ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞ സംവിധാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലായിക്കോട്ടെ മലബാർ ദേവസ്വം ബോർഡിലായിട്ട് ഇല്ല എന്നുള്ളതാണ് 100% യാഥാർത്ഥ്യം. കാരണം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെ ദേവസ്വം സംവിധാനം കേണൽ മൺട്രോ ഉണ്ടാക്കിയ തന്നെ ബ്രിട്ടീഷുകാർക്ക് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അവരുടെ കച്ചവട താല്പര്യങ്ങളും ബിസിനസ് താല്പര്യങ്ങളും മാത്രമാണ് അവർ എല്ലാ വികസന പരിപാടികൾക്കും ഉപയോഗിച്ചിട്ടുള്ളത്. നിലമ്പൂർ റെയിൽവേ ട്രാക്ക് എന്തിനാണ് ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉണ്ടാക്കിയത്? നിലമ്പൂരിലെ തേക്ക് കടത്താൻ വേണ്ടിയായിരുന്നു ഉണ്ടാക്കിയത്. അതേപോലെ തന്നെയാണ്
ദേവസ്വങ്ങളും അവരുടെ സംവിധാനത്തിലാക്കിയത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, താങ്കൾ പറഞ്ഞു 1200ഓളം ക്ഷേത്രങ്ങൾ. എത്ര ക്ഷേത്രങ്ങളെ കൃത്യമായ രീതിയിൽ അവർ പരിപാലിക്കുന്നുണ്ട്? അതിന്റെ എത്രയോ ഇരട്ടി ക്ഷേത്രങ്ങൾ സ്വകാര്യമായ ഗ്രാമീണ ക്ഷേത്രങ്ങൾ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി വൻ വികസനത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ മാത്രം? ശബരിമല ഇല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഇല്ല എന്നാണ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. താങ്കൾ പറയുന്നതിനെല്ലാം കണക്കുകൾ കൊണ്ട് സമർത്ഥിക്കാൻ തന്നെ കഴിയും. അത് വാദങ്ങൾ പലതും പിഴവുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം.